കുറച്ച് പേരുള്ളല്ലോ ഇന്ന് ക്ലാസ്സില്. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് പീരീഡ്? യെസ്. ഓക്കെ, നമ്മള് ലേബർ റൂമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. ലേബർ റൂം ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്ടിങ് എന്നുള്ളത് കുറച്ച് എടുത്തായിരുന്നു അല്ലെ. 4 പോയിന്റ്സ് പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ് പറഞ്ഞത്? Any equipment brought into the labor room from outside must be wiped and cleaned. Have an adequate cleaning sequence. Damaged equipment should be repaired or replaced. Item soiled with the body, blood or body fluids, it content should be cleaned immediately. Then always use approved mopping techniques. Next point is always use approved mopping techniques. എന്താണ് മോപ്പിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത്? കേട്ടിട്ടുണ്ടോ നിങ്ങള്? മോപ്പിംഗ് ടെക്നിക്സ് അതായത് ക്ലീനിങ് പ്രൊസീജിയർ തന്നെയാണ് അല്ലെ. ക്ലീൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസിൻഫെക്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് എന്ത്? മോപ്പിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത്. അതായത് ഡബിൾ ഓർ ട്രിപ്പിൾ ബക്കറ്റ് സിസ്റ്റം, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഹോസ്പിറ്റലിൽ. അപ്പൊ 3 ബക്കറ്റ്സുകൾ ഒരുമിച്ച് വെച്ചിട്ട് അല്ലെ. ക്ലീനിങ് ഐറ്റംസ് തൊട്ടടുത്ത് തന്നെ ആയിരിക്കും. ഒരു ബക്കറ്റ്സിൽ കുറച്ച് സൊല്യൂഷൻ ആയിരിക്കാം, പിന്നെ അത് വേസ്റ്റ് കളയുന്നത് എന്തായിരിക്കാം, പിന്നെ ജസ്റ്റ് അത് റിൻസ് ചെയ്യുന്നതിന് കഴുകുന്നതിനായിട്ട് 3 ട്രിപ്പിൾ ബക്കറ്റ് സിസ്റ്റം എന്ന് പറയുന്നു. ട്രിപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? 3 ബക്കറ്റ്സ് ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ, അപ്പൊ ഓരോന്നിൽ എന്താണ് നമുക്ക് ക്ലീൻ ചെയ്തിട്ടായിരിക്കും ഫ്ലോറിൽ കംപ്ലീറ്റഡ് ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഡിസിൻഫെക്ട് ചെയ്യുന്നതിൽ ഓരോന്നിനും സൊല്യൂഷൻ ഒഴിക്കുന്നു, ദെൻ നെക്സ്റ്റിൽ വെള്ളം ഒഴിക്കുന്നു, ദെൻ അത് എന്താണ് വൈപ്പ് ചെയ്ത് ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് എന്ത്? മോപ്പിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത്. സെൽഫ് ക്ലീനിങ് ടെക്നിക്സ് അത്ര ഓർത്താൽ മതി കേട്ടോ. Always use approved mopping techniques. Then examine areas for seepage or any other issue and report instantly. Examine areas for seepage or any other issue and report instantly. എന്താ പറയുന്നത്? ഏതെങ്കിലും ഏരിയാസിൽ നമ്മൾ സീപ്പേജ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ചോർച്ചകളോ അല്ലെങ്കിൽ ലീക്കേജസ് ഒക്കെ കണ്ടു കഴിഞ്ഞാല് എന്താണ് നമ്മൾ ഉടനടി തന്നെ എന്താണ് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ ഏതെങ്കിലും ബിൽഡിങ്സില് ചോർച്ച ഉണ്ടാകല്, ലീക്കേജസ് കാണുക, അല്ലെങ്കിൽ എന്തെങ്കിലും തകരാറുകൾ നമ്മൾ കാണുകയാണെങ്കിൽ ഉടനടി തന്നെ എന്താണ് അത് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഹയർ അതോറിറ്റീസിന് അത് അറിയിക്കേണ്ടതാണ്. ഓക്കെ, then clean the labor table after every delivery. Clean the labor table after every delivery. എന്താ പറയുന്നത്? ലേബർ ടേബിള് എല്ലാ ഡെലിവറിക്ക് ശേഷം എന്താണ് കൃത്യമായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, clean the labor table after every delivery. Then standard procedures for disinfection and sterilization required to be followed. എന്താ പറയുന്നത്? സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ഫോർ disinfection and sterilization required to be followed. എന്താ പറയുന്നത്? ഡിസിൻഫെക്ട് ചെയ്യുന്നതിനും സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിനുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ്, സ്റ്റാൻഡേർഡ് നടപടികൾ കൃത്യമായിട്ട് സ്വീകരിക്കേണ്ടതാണ്. അണുനശീകരണത്തിനും അതുപോലെ തന്നെ എന്തിനാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിനുമുള്ള സ്റ്റാൻഡേർഡ് നടപടികളെ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഡിസിൻഫെക്ട് ചെയ്യുന്നതിനും സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിനും എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഒക്കെ ആയിരിക്കും. അപ്പൊ അതനുസരിച്ച് തന്നെ ആയിരിക്കണം അവിടെ കൃത്യമായിട്ട് ക്ലീനിങ് സെക്ഷൻസ് നടക്കേണ്ടത്. ഓക്കെ, എന്തൊക്കെയാ പറഞ്ഞത്? ഓൾവേസ് യൂസ് അപ്രൂവ്ഡ് മോപ്പിംഗ് ടെക്നിക്സ് അല്ലെ. ക്ലീനിങ്ങിനായിട്ട് മോപ്പിംഗ് ടെക്നിക്സുകൾ ഉപയോഗിക്കുക. ദെൻ സീപ്പേജസ് ഉള്ള ഏരിയ അല്ലെങ്കിൽ ലീക്കേജസ് ഉള്ള ഏരിയാസ് എന്താണ് ഇൻസ്റ്റന്റ്ലി റിപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്താണ് ഓരോ ഡെലിവറിക്ക് ശേഷം ലേബർ ടേബിൾ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുക. പിന്നെ എന്താണ് ഡിസിൻഫെക്ട് ചെയ്യുന്നതിനും സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിനുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സിൽ കൃത്യമായിട്ട് പാലിക്കേണ്ടതാണ്. ഓക്കെ, മനസ്സിലായോ? Yes. The labor room and connecting passage should be cleaned at least twice a day. Soiled areas and cleaning of spillage should be done at the earliest time possible.
A detailed wash down of the labor room must be done at least twice a month. The labor room and connecting passage should be cleaned at least twice a day. Labor room അതുപോലെ തന്നെ എന്താണ് അതിന്റെ കണക്ടിങ് പാസേജ് അല്ല അതിന്റെ പാസേജസ് അതിന്റെ പാസേജ് ഒക്കെ എന്താണ് കൃത്യമായിട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് ട്വൈസ് എ ഡേ ദിവസത്തിൽ എത്ര പ്രാവശ്യം കഴുകണം എന്നാണ് ക്ലീൻ ചെയ്യണം എന്നാണ് പറയുന്നത് 2 പ്രാവശ്യം അല്ലെ ഒരു ദിവസത്തിലെ 2 പ്രാവശ്യമെങ്കിലും labor room അതിന്റെ passages clean ചെയ്തിരിക്കണം. Soiled areas and cleaning of spillage should be done at the earliest time possible. പിന്നെ എന്താ പറയുന്നത് വേസ്റ്റ് മെറ്റീരിയൽസുകൾ നമ്മള് വേസ്റ്റ് മെറ്റീരിയൽസുള്ള ഏരിയാസ് അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് സോയിൽഡ് ഏരിയാസ് എങ്ങനെയായിരിക്കണം ക്ലീൻ ചെയ്യേണ്ടത് അതൊക്കെ ആദ്യം തന്നെ നീക്കം ചെയ്യേണ്ടതാണ് അല്ലെ ഈ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം തന്നെ നീക്കം ചെയ്തിട്ട് വേണം കൃത്യമായിട്ട് നമ്മള് ആദ്യം തന്നെ ചെയ്ത് വെക്കണം അല്ലെ അല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ചല്ല ചെയ്യേണ്ടത് വേസ്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ സോയിൽഡ് മെറ്റീരിയൽസ് കട്ട് കഴിഞ്ഞാൽ ഉടനെ അത് നീക്കം ചെയ്തതിനു ശേഷം മാത്രമായിരിക്കണം നമ്മൾ കൃത്യമായിട്ട് അത് ക്ലീൻ ചെയ്യാൻ ആരംഭിക്കുന്നത്. ഇനി a detailed wash down of the labor room must be done at twice a month. ഇനി ലേബർ റൂം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്താണ് ഡീറ്റെയിൽ ആയിട്ട് വാഷ് ചെയ്യണം എല്ലാ ഭാഗങ്ങളും ലേബർ റൂമിന്റെ എല്ലാ ഭാഗങ്ങളും മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലീനിങ് നടന്നിരിക്കണം അല്ലെ എന്ന് വെച്ചാൽ ഡീറ്റെയിൽഡ് ക്ലീനിങ് എന്ന് വെച്ചാൽ എന്താണ് എല്ലാ ഭാഗങ്ങളും നല്ല രീതിക്ക് ഡിസിൻഫെക്ട് ചെയ്യുന്ന രീതിയിലെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ചെയ്യപ്പെടുന്നു ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നു. ഓക്കെ യെസ് ഓക്കെ നമ്മളോട് ഓർത്തിരിക്കേണ്ട കാര്യം ഇപ്പൊ എന്താണ് അത് ലേബർ റൂം ആൻഡ് കണക്ടിങ് പാസേജ് ഷുഡ് ബി ക്ലീൻ അറ്റ്ലീസ്റ്റ് ട്വൈസ് എ ഡേ ചോദിച്ചിട്ടുണ്ട് കേട്ടോ എക്സാമിന്. എത്ര പ്രാവശ്യമാണ് വാഷ് ചെയ്യുന്നത് എത്ര പ്രാവശ്യമാണ് ക്ലീൻ ചെയ്യുന്നത് ട്വൈസ് എ ഡേ കേട്ടോ അതൊന്ന് ഓർത്ത് ചെയ്യുക അണ്ടർലൈൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ എന്താണ് ഡീറ്റെയിൽഡ് വാഷ് ഓൺ ഏത് സമയത്താണ് നടത്തുന്നത് ലേബർ റൂമില് അറ്റ്ലീസ്റ്റ് ട്വൈസ് എ മന്ത് മാസത്തിൽ ഒരു പ്രാവശ്യമായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് വാഷ് ഡൗൺ ചെയ്യുന്നത്. ഓക്കെ യെസ് നെക്സ്റ്റ് വരുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ്. ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ്. Infection control refers to the policies and procedures used to reduce the risk caused owing to infection spread, especially in healthcare facilities. Special attention and standard practice should be followed for cleaning the labor room. Poor infection control practices in a labor delivery room lays the patient's infants as well as healthcare staff at risk. So, ഈ ലേബർ റൂമിൽ നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യേണ്ട ആവശ്യകത എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. ഇൻഫെക്ഷൻ കൺട്രോൾ refers to the policies and procedures used to reduce the risk caused of infection spread. അല്ലെ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോളിന്റെ പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നത്. റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻസ് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതും വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ സ്പെഷ്യലി ഇൻ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് അല്ലെ പ്രത്യേകിച്ച് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നമ്മൾ എപ്പോഴും എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി സ്പെഷ്യൽ അറ്റൻഷൻ ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്. സ്പെഷ്യൽ അറ്റൻഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് ഷുഡ് ബി followed for cleaning the labor room. അല്ലെ ലേബർ റൂം ക്ലീൻ ചെയ്യുന്നതിനായിട്ട് എന്താണ് സ്പെഷ്യൽ സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് തന്നെ കൊടുക്കേണ്ടതുണ്ട്. ഇനി അത് കൊടുത്തില്ല എങ്കിൽ എന്തായിരിക്കും അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്തില്ല എങ്കിൽ അല്ലെങ്കിൽ ഫോളോ ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ അപകട സാധ്യതകളാണ് വരുന്നത്. Poor infection control practice in a labor room delivery room slays the patient. എന്താണ് പുവർ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസ് എന്ന് വെച്ചാൽ എന്താണ് നല്ല രീതിയിൽ ഇൻഫെക്ഷൻ കൺട്രോൾ അവിടെ നടത്തുന്നില്ല അല്ലെ കാര്യമായിട്ട് പ്രൊസീജിയേഴ്സ് ഒന്നും അംഗീകരിക്കാതെ അല്ലെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ സാധാരണഗതിയിൽ ഒരു ക്ലീനിങ് മാത്രം നടത്തുന്നെങ്കിൽ എന്തായിരിക്കും അവരുടെ അപകട സാധ്യത വരുന്നത്. പൂർണ്ണമായിട്ടും ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ എന്താ അണുവിമുക്തമായിട്ടുണ്ടായിരിക്കില്ല അല്ലെ. ഡീറ്റെയിൽ ആയിട്ട് ചെയ്തില്ലെങ്കിൽ എന്താണ് ഇൻഫെക്ഷൻസ് അവിടെ എവിടെയൊക്കെ തന്നെ തങ്ങി നിൽക്കുന്നുണ്ടായിരിക്കും. ഓക്കെ അത് ആരെയായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ആരെയായിരിക്കും
ഡെലിവറി പേഷ്യൻസിനെയും അതുപോലൊപ്പം ഇൻഫാൻസിനെ അല്ലെ നവജാത ശിശുക്കളോടും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്കും എന്താണ് അപകട സാധ്യത ഉയർത്തുന്നത് തന്നെയാണ് അല്ലെ. പേഷ്യൻസിനും ഇൻഫാൻസിനും ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്കും അത് വളരെയധികം റിസ്ക് ആണ്. അപ്പൊ നമ്മള് എന്താണ് ലേബർ റൂമിന്റെ ഭാഗങ്ങളിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ എങ്ങനെയായിരിക്കണം ഇൻഫെക്ഷൻ കൺട്രോൾ പ്രൊസീജിയേഴ്സ് കൃത്യമായിട്ട് യൂസ് ചെയ്യണം. ചെയ്തില്ല എങ്കിൽ എന്താണ് അത് പേഷ്യൻസിനെയും ഇൻഫൻസിനെയും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സ്റ്റാഫിനും അത് വളരെയധികം റിസ്ക് ആയിരിക്കും, അപകട സാധ്യത ഉയർത്തുന്ന ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇൻഫെക്ഷൻ കൺട്രോൾ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി എങ്ങനെയൊക്കെയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നത്, ഈ വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? യെസ്. ഓക്കെ, ഇനി എങ്ങനെ നമുക്ക് വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കൂ, ഫസ്റ്റ് പോയിന്റ് എന്താണ്? സ്റ്റാഫ് കളക്ടിംഗ് വേസ്റ്റ് ഷുഡ് wear utility gloves and closed shoes. Staff collecting waste should wear utility gloves and closed shoes. വേസ്റ്റ് കളക്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റാഫുകൾ എന്ത് ഡ്രസ്സാണ് വെയർ ചെയ്യേണ്ടത്? എന്താണ് വെയർ ചെയ്യണമെന്നാണ് പറയുന്നത്? യൂട്ടിലിറ്റി ഗ്ലൗസസ് ആൻഡ് ക്ലോസ്ഡ് ഷൂസ് അല്ലെ. യൂട്ടിലിറ്റി ഗ്ലൗസസുകളും ക്ലോസ്ഡ് ഷൂസും യൂസ് ചെയ്തിട്ട് വേണം നമ്മള് പ്രത്യേകിച്ച് സ്റ്റാഫുകള് വേസ്റ്റ് മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനായിട്ട്. യാതൊരു വിധത്തിലുള്ള കണ്ടാമിനേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് യൂട്ടിലിറ്റി ഗ്ലൗസസും ക്ലോസ്ഡ് ഷൂസുകളും ഉപയോഗിക്കുന്നത്. ഓക്കെ, യെസ്. Then second one എന്താണ്? Waste to be gathered in leak-proof containers. Waste to be gathered in leak-proof containers. Waste materials നമ്മൾ എവിടെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? വേസ്റ്റ് മെറ്റീരിയൽസുകള് ലീക്ക് പ്രൂഫ് കണ്ടെയ്നേഴ്സിലായിരിക്കണം അല്ലെ. ലീക്ക് ആവാത്ത പ്രൂഫ് കണ്ടെയ്നേഴ്സിലായിരിക്കണം നമ്മള് വേസ്റ്റ് മെറ്റീരിയൽസുകൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഈ കൊണ്ടുപോകുന്ന സമയത്ത് എന്തെങ്കിലും ലീക്കേജസ് എന്തെങ്കിലും എന്താണ് അതിന് അവിടെ നിന്ന് ലീക്ക് ആയിട്ട് ആ മെറ്റീരിയൽസുകൾ ഫ്ലോറിലൊക്കെ വീഴാനുള്ള ചാൻസസ്. അപ്പൊ നമ്മൾ ഒരിക്കലും എന്താണ് അങ്ങനെയുള്ളത് കണ്ടെയ്നേഴ്സ് എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം, ലീക്ക് പ്രൂഫ്ഡ് ആണോ എന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമായിരിക്കണം വേസ്റ്റ് നമ്മൾ അതിലേക്ക് ഡിസ്പോസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് കൊണ്ടുപോകേണ്ടത്. Okay, waste to be gathered in leak-proof containers. Okay, then waste should be clear for disposal when 3-4 inch full. Waste should be clear for disposal when 3-4 inch full. ഏകദേശം വേസ്റ്റ് കണ്ടെയ്നേഴ്സ് അല്ലെ, ഡിസ്പോസ് ചെയ്ത വേസ്റ്റ് കണ്ടെയ്നേഴ്സ് ഏകദേശം ഒരു 3-4 ഇഞ്ച് നിറയുന്ന സമയമാകുമ്പോൾ തന്നെ എന്ത് ചെയ്തിരിക്കണം? അത് ക്ലിയർ ചെയ്തിരിക്കണം അല്ലെ. നിറഞ്ഞു തുടങ്ങി പോകാനായിട്ട് പാടില്ല, പുറത്തേക്ക് പോകാനായിട്ട് പാടില്ല. അതിന് ഓരോ കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ഏകദേശം ഒരു കണക്കാണ് പറയുന്നത്. എന്താണ്? ഒരു 3-4 ഇഞ്ച് ഫുൾ ആയി കഴിയുമ്പോൾ അത് നമ്മള് ഡിസ്പോസ് ചെയ്ത് മാറ്റേണ്ടതാണ്. ഓക്കെ, it should be clear for disposal when 3-4 inch full. Okay. Then waste should be separated into infectious and non-infectious waste. Waste should be separated into infectious and non-infectious waste. വേസ്റ്റ് എന്ത് ചെയ്യണം? നമ്മള് സെപ്പറേറ്റഡ് ചെയ്യണം അല്ലെ. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് ഏതൊക്കെയാണ്, നോൺ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് ഏതൊക്കെയാണെന്ന രീതിയിൽ അതിന് സെപ്പറേറ്റഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ഉണ്ടായിരിക്കും. അതിൽ മാത്രമായിരിക്കണം ആ വേസ്റ്റുകൾ നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, എല്ലാം കൂടി ഒരുമിച്ചായിരിക്കില്ല ഡിസ്പോസ് ചെയ്യുന്നത്. എങ്ങനെയായിരിക്കും അത് സെപ്പറേറ്റ് ചെയ്യുന്ന വേസ്റ്റുകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു? എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? ഇൻഫെക്ഷ്യസ് ആൻഡ് നോൺ ഇൻഫെക്ഷ്യസ് വേസ്റ്റ് എന്ന്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തതാട്ടോ. അത് എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? ഇൻഫെക്ഷ്യസ് ആൻഡ് നോൺ ഇൻഫെക്ഷ്യസ് വേസ്റ്റ് എന്ന രീതിയിൽ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നത്. ഓക്കെ, then yes, disinfect with the bleaching mixture followed by washing and autoclave. Disinfect with the bleaching mixture followed by washing and autoclave. എന്തുപയോഗിച്ചുകൊണ്ടാണ് ഡിസിൻഫെക്ട് ചെയ്യേണ്ടത്? നമ്മള് എന്തുപയോഗിച്ചുകൊണ്ടാണ്?
ബ്ലീച്ചിങ് മിക്സ് അല്ലെ, ബ്ലീച്ചിങ് മിശ്രിതം ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഓട്ടോക്ലേവ് ഉപയോഗിച്ചുകൊണ്ട് അത് ഡിസിൻഫെക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്യേണ്ടത്. ഓക്കെ, യെസ്, ഏതെങ്കിലും ഒരു കെമിക്കൽ ഏജന്റ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഡിസിൻഫെക്ട് ചെയ്യുന്നത് അല്ലെ. ഇവിടെ ഏതാണ് പറയുന്നത്, ബ്ലീച്ചിങ് മിക്സ്ചർ ഫോളോ ചെയ്യാനാണ് പറയുന്നത് അല്ലെ. ബ്ലീച്ചിങ് മിക്സ്ചർ ഉപയോഗിച്ചുകൊണ്ട് ഓട്ടോക്ലേവിലൂടെ അത് ക്ലീൻ ചെയ്യുക. ഓക്കെ, then last point, biomedical waste management standard procedures must be followed. Biomedical waste management standard procedures must be followed. എന്താണ് പറയുന്നത്, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ് ചെയ്യുമ്പോൾ അതിൻ്റെതായ സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സുകൾ ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് മാത്രമായിരിക്കണം ബയോമെഡിക്കൽ വേസ്റ്റസുകൾ നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് ബയോമെഡിക്കൽ വേസ്റ്റസുകൾ അതിൻ്റെതായ നടപടിക്രമങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമായിരിക്കണം അത് ഡിസ്പോസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യേണ്ടത്. ഓക്കെ, these are the waste management methods അല്ലെ. ഹോസ്പിറ്റലിലെ പ്രത്യേകിച്ച് ലേബർ റൂമിൽ ഉപയോഗിക്കുന്ന കുറച്ച് വേസ്റ്റ് മാനേജ്മെന്റ് മെത്തേഡ്സുകളാണ് പറയുന്നത്. എന്തൊക്കെയാണ്, സ്റ്റാഫ് കളക്ടിംഗ് വേസ്റ്റ് ഷുഡ് വെയർ യൂട്ടിലിറ്റി ഗ്ലൗസ് ആൻഡ് ക്ലോസ്ഡ് ഷൂസ്. ഓക്കെ, then waste to be gathered in a leak proof containers. leak proof containers-ലായിരിക്കണം നമ്മൾ വേസ്റ്റ് കൊണ്ടുപോകേണ്ടത്. then waste should be clear for disposal when 3-4 inch full. എന്താണ്, ആ കണ്ടെയ്നേഴ്സ് ഏകദേശം ഒരു 3-4 ഇഞ്ച് ഫുള്ളായി കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, നമ്മളത് ക്ലിയർ ഔട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ എന്താണ്, വേസ്റ്റുകൾ നമ്മൾ സെപ്പറേറ്റഡ് ചെയ്യുന്നു. ഇൻഫെക്റ്റഡ് ആയിട്ടും നോൺ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷമാണ് ഡിസ്പോസ് ചെയ്യുന്നത്. പിന്നെ ബ്ലീച്ചിങ് മിശ്രിതം ഉപയോഗിച്ചുകൊണ്ടാണ് വാഷ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഡിസിൻഫെക്ട് ചെയ്യുന്നത്. ബയോമെഡിക്കൽ വേസ്റ്റ് കളയുന്നതിനായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതനുസരിച്ച് മാത്രമായിരിക്കും ബയോമെഡിക്കൽ വേസ്റ്റുകൾ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്, നെക്സ്റ്റ് ന്യൂബോൺ കെയർ. ന്യൂബോൺ കെയർ അടുത്ത ഭാഗത്തേക്ക് പോകുകയാണ് കേട്ടോ. ന്യൂബോൺ കെയർ. നെസസറി കെയർ അറ്റ് ബർത്ത് ഫോർ birth of a newborn is compulsory for all labor rooms and obstetrics OTs of the delivery point. Well-qualified pediatricians, staff nurses, and support staff are needed. The service given at newborn care facilities consists of താഴെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്താ പറയുന്നത്, നെസസറി കെയർ അറ്റ് ബർത്ത് ഓഫ് ന്യൂബോൺ ഈസ് കമ്പൽസറി ഫോർ ഓൾ ലേബർ റൂംസ് ആൻഡ് obstetrics OT of the delivery point. എന്താണ്, നവജാത ശിശുവിന്റെ ജനന സമയത്തുള്ള പരിചരണം അല്ലെ. ജനന സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള പരിചരണം എല്ലാ ലേബർ റൂമുകൾക്കും അതേപോലെ തന്നെ എന്താണ് ഡെലിവറി പോയിന്റിലെ obstetrics OTകൾക്കും നിർബന്ധമാണ് അല്ലെ. ന്യൂബോൺ കെയർ എന്ന് പറഞ്ഞത് കമ്പൽസറി ആണ് അല്ലെ. കമ്പൽസറി ആയിട്ട് കൊടുക്കേണ്ട പ്രത്യേക കെയർ ആണ്. ഓക്കെ, അപ്പൊ ഈ ന്യൂബോൺ കെയർ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് ആ ഡിപ്പാർട്ട്മെന്റിൽ ആരൊക്കെയായിരിക്കും ഉണ്ടാവുന്നത്, ആരൊക്കെയായിരിക്കും, വെൽ ക്വാളിഫൈഡ് പീഡിയാട്രീഷ്യൻസ് ഉണ്ടായിരിക്കും ന്യൂബോൺ കെയറിന് വേണ്ടിയിട്ട്. വെൽ ക്വാളിഫൈഡ് പീഡിയാട്രീഷ്യൻസ്. പീഡിയാട്രീഷ്യൻ ആരാണെന്ന് അറിയാലോ, പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് ഇതിന് വേണ്ടിയിട്ടാണ് കുഞ്ഞുങ്ങളുടെ പരിചരണത്തിൽ ന്യൂബോൺ കെയറിന് വേണ്ടിയിട്ട്. then staff nurses ഉണ്ടായിരിക്കും. then and supporting staffs. yes, staff nurses, supporting staff and qualified pediatricians ആയിരിക്കുള്ളൂ ന്യൂബോൺ കെയർ ഡിപ്പാർട്ട്മെന്റ്സിൽ ഉണ്ടായിരിക്കും. യെസ്, ശിശു പരിചരണം. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് സർവീസ്, എന്തൊക്കെ ന്യൂബോൺ സർവീസ് ഫെസിലിറ്റീസ് ആണ് ഇവിടെ കൺസിസ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്താണ് പറയുന്നത്, കെയർ അറ്റ് ബർത്ത്. കെയർ അറ്റ് ബർത്ത് എന്താണ്, ജനന സമയത്തെ പരിചരണം. ജനന സമയത്ത് കുഞ്ഞിനെ പരിചരിക്കുന്നത് ന്യൂബോൺ കെയർ സെന്റേഴ്സ് ആണ്, ഡിപ്പാർട്ട്മെന്റിലാണ്. കെയർ അറ്റ് ബർത്ത്, ജനന സമയത്തെ കുഞ്ഞിന്റെ പരിചരണം. ഓക്കെ, ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് കെയർ അറ്റ് ബർത്തില്? കുഞ്ഞുങ്ങളെ ഏതൊക്കെ രീതിയിലാണ് പരിചരിക്കുന്നത്? ഫസ്റ്റ് ചേർന്ന് എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് ഒരു കുഞ്ഞ് ജനിച്ച് പുറത്ത് വരുന്ന സമയത്ത് അതിന്റെ പ്രൊസീജിയേഴ്സ് എന്താണ്, എന്തൊക്കെയായിരിക്കാം?
ആംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്തതിനു ശേഷം ആംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്യണം, മൂക്കിൽ കൂടി കട്ട് ചെയ്തതിനു ശേഷം പിന്നീട് എന്താണ് തുടയ്ക്കുന്നത്, അല്ല വൈപ്പ് ചെയ്തെടുക്കും അല്ലെങ്കിൽ ക്ലീൻ ചെയ്തെടുക്കും. ഓക്കെ, യെസ്, ആ ഒരു പരിചരണം. പിന്നെ അതിനുശേഷം മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പൊ ആ സമയത്ത് ഫസ്റ്റ് അതാണ് ചെയ്യുന്നത് അല്ലെ. നെക്സ്റ്റ് എന്താണ്, ബേസിക് കെയർ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് സിക്ക് ന്യൂ ബോൺ. സ്റ്റെപ്പിലേക്ക് നമ്മൾ വരുന്നുണ്ട് കേട്ടോ ജൂബി. ബേസിക് കെയർ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് സിക്ക് ന്യൂ ബോൺ. എന്താണ് ബേസിക് കെയർ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് സിക്ക് ന്യൂ ബോൺ എന്ന് പറയുന്നത്? ഇനി ഏതെങ്കിലും തരത്തിൽ അസുഖമുള്ള കുട്ടികൾ ഉണ്ടാവാം അല്ലെ, ചിലപ്പോൾ ആ ഒരു സമയത്ത് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് കാണിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ട് നമ്മൾ കെയർ കൊടുക്കേണ്ടതായിട്ട് വരാം അല്ലെ. ഓക്കെ, എന്തെങ്കിലും ബ്രീതിങ് ഡിഫിക്കൽട്ടീസോ ബ്രീതിങ് പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്താണ് ചിലപ്പോൾ ചില സമയത്ത് കുഞ്ഞുങ്ങള് ശ്വാസം കിട്ടാത്തൊരവസ്ഥ, അതായത് ജനിക്കുന്ന സമയത്ത് ആദ്യം എന്താണ് കുഞ്ഞ് കരയുന്നുണ്ടാവും, ചിലപ്പോൾ കരയാത്ത കുട്ടികളുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രത്യേക കെയർസ് കൊടുക്കേണ്ടവർ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങളോ എന്തെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റീസ് കാണിച്ചെന്നിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്താണ് പ്രത്യേകമായിട്ട് നമ്മളൊരു പരിചരണം കൊടുക്കേണ്ടി വരുന്നത്. ഇനി യെസ്, നെക്സ്റ്റ് റീസസിയേഷൻ. എന്താണ് റീസസിയേഷൻ? റീസസിയേഷൻ എന്താണ്? പുനരുജ്ജീവനം അല്ലെ. പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ടാണ്, ഇറ്റ്സ് എ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ് അല്ലെ. അത് ഇപ്പോ എന്താണ് അൺഎബിൾ ടു ബ്രീത്ത്, കുഞ്ഞ് ജനിച്ച സമയത്ത് അൺഎബിൾ ടു ബ്രീത്ത്, കുഞ്ഞ് ശ്വാസം എടുക്കുന്നില്ല അല്ലെങ്കിൽ കരയുന്നില്ല, ആ ഒരു സമയത്ത് അല്ലെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് അല്ലെ. അപ്പൊ ആ സമയത്ത് എന്താണ് പീഡിയാട്രീഷ്യൻസ് മറ്റ് സ്റ്റാഫുകളും ഏറ്റവും കൂടുതൽ ഒരു ഡിസപ്പോയിന്റഡ് ആവുന്ന ഒരു ടൈമാണ് അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് കുഞ്ഞിനെ എന്ത് ചെയ്യുന്നു, അൺഎബിൾ ടു ബ്രീത്ത്, കുഞ്ഞിന് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, ആ ഒരു അവസ്ഥയിൽ എന്തായിരിക്കും അവർ ചെയ്യുന്നത്? കണ്ടിട്ടുണ്ടാവും നമ്മുടെ വീഡിയോസിലൊക്കെ. എന്തായിരിക്കും, എന്ത് ഫെസിലിറ്റി ആയിരിക്കും അപ്പൊ കുഞ്ഞിന് കൊടുക്കുന്നത് അവിടെ? അതല്ലെങ്കിൽ കുഞ്ഞിന് നന്നായിട്ട് നമ്മൾ CPR കൊടുക്കുന്ന പോലെ എന്താണ് കുഞ്ഞിന് വായിൽ കൊടുക്കുന്നു, അല്ലെങ്കിൽ നന്നായി ബാക്കിൽ തട്ടുന്നു, ചെസ്റ്റിൽ എത്തുന്നു, നല്ല രീതിയിൽ കുഞ്ഞിനെ ഷേക്ക് ചെയ്യിപ്പിക്കൽ, അല്ലെങ്കിൽ കരയാനുള്ള ടെക്നിക്സുകൾ കൊടുക്കും. ഓക്കെ, പുറത്തടിക്കും, കുഞ്ഞിന് ഷേക്ക് ചെയ്യും, പല രീതിയിൽ എന്താണ് കുഞ്ഞിനെ ബ്രീത്തിങ് സ്റ്റാർട്ട് ചെയ്യാനുള്ള രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഡോക്ടേഴ്സ് ആദ്യം ഫസ്റ്റ് ടൈമിൽ കൊടുക്കുന്നു. ഓക്കെ, പിന്നീട് എന്താണ് ഒരുപാട് പ്രാവശ്യം ചെയ്യുന്നതിനനുസരിച്ച് ഒരു മൊമെന്റിൽ എന്താണ് കുട്ടിയുടെ എയർവേ പോസിബിൾ ആവുന്നു, കുഞ്ഞിനെ ശ്വാസം എടുക്കുന്നു, കുഞ്ഞ് കരയാൻ ആരംഭിക്കും. ഓക്കെ, ഓക്സിജൻ കിട്ടാത്തൊരു അവസ്ഥയാണ് കുഞ്ഞിനെ അല്ലെ. ഓക്കെ, പിന്നെ ഓക്സിജൻ കൊടുക്കുന്നു, അങ്ങനെ എന്താണ് കുഞ്ഞിന് റീസസിറ്റേഷൻ കൊടുത്ത് കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. ഓക്കെ, നമ്മൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അല്ലെ. ഇതൊക്കെ റെഗുലർ എപ്പോഴും കാണാൻ പറ്റില്ല, നമുക്ക് പണ്ടൊക്കെ ഇങ്ങനെ കാണില്ലായിരുന്നു അല്ലെ. യെസ്, ആ ഒരു സമയത്ത് ആ ഡോക്ടേഴ്സിന്റെ ഒക്കെ ഒരു മൊമെന്റ് അല്ലെ, അവർക്ക് കൈകാര്യം ചെയ്ത് അവർക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല, പക്ഷെ മറ്റുള്ളവർ കാണുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു ദൈവത്തിന്റെ കൈകളാണ് അല്ലെ. ആ കുഞ്ഞിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. ശരിക്കും അവർ എത്ര അടിക്കുന്നത് കണ്ടാലും അതിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല തല്ലുന്നത്. ഓക്കെ, യെസ്, അപ്പൊ ന്യൂ ബോൺ കെയർ സർവീസിൽ ഉൾപ്പെടുന്നതാണ്, മിറാക്കിളാണ് അല്ലെ. എന്താണ് റീസസിറ്റേഷൻ. നെക്സ്റ്റ് വരുന്നത് ഡിസ്പ്ലേയിങ് ഓഫ് വൈറ്റൽസ്. പിന്നെന്താണ് ഡിസ്പ്ലേയിങ് ഓഫ് വൈറ്റൽസ്? ഡിസ്പ്ലേയിങ് ഓഫ് വൈറ്റൽസ് എന്താ? വൈറ്റൽസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പറയൂ. വൈറ്റൽ സയൻസ് എന്തൊക്കെയാണ്? കുട്ടിയുടെ വൈറ്റൽ സയൻസ് നോക്കും അല്ലേ. കുഞ്ഞിന് കൃത്യമായിട്ടുള്ള രീതിയിൽ പൾസ് ഉണ്ടോ ചെക്ക് ചെയ്യും അല്ലെ. ഹാർട്ട് റേറ്റ്സ് കൃത്യമായിട്ട് എന്താണ് ഹാർട്ട് ബീറ്റ്സ് കൃത്യമായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എന്താണ് ആ ഒരു മോണിറ്ററിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇൻ കേസ് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിലായിരിക്കും എന്താ ഡിസ്പ്ലേ അല്ലെങ്കിൽ മോണിറ്റർ ആയിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കുന്നത് അല്ലെ. എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉള്ളത് അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിലാണ് വൈറ്റൽ സയൻസുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിലൂടെ ആയിരിക്കും ചിലപ്പോ ഇപ്പൊ ജനിച്ചു കഴിഞ്ഞ സമയത്ത് ചിലപ്പോൾ കുഞ്ഞിന് കുഴപ്പമുണ്ടാവില്ല, പക്ഷെ എന്താണ് കുറച്ച് സമയത്ത് ചിലപ്പോൾ ഹാർട്ട് ബീറ്റ്സ് കുറവായി കാണിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വൈറ്റൽ സയൻസ് ചെക്ക് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശ്വസനം കുഞ്ഞിന് സാധാരണ നോർമൽ ആയിട്ട് ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ കാണുന്നത് എങ്ങനെയായിരിക്കും നമ്മള് വൈറ്റൽ സയൻസുകൾ ചെക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് അത് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് സർവീസസ് എന്താണ്? ഇമ്മ്യൂണൈസേഷൻ സർവീസസ്.
ഇമ്മ്യൂണൈസേഷൻ സർവീസസ്. എന്താണ് ഇമ്മ്യൂണൈസേഷൻ സർവീസസുകള്? പ്രതിരോധ കുത്തിവയ്പ്പുകൾ അല്ലെ, പ്രതിരോധ കുത്തിവയ്പ്പുകൾ. കുഞ്ഞ് ജനിച്ച് ഫസ്റ്റ് കൊടുക്കുന്ന വാക്സിനേഷൻ ഏതാണ്? BCG അല്ലെ, BCG. എന്താണ് BCG? പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ട്യൂബർകുലോസിസ് അല്ലെ, TB-ക്കെതിരെയുള്ള ഒരു പ്രതിരോധ നടപടിയാണ്, പ്രതിരോധ വാക്സിൻ ആണ് എന്ത്? BCG എന്ന് പറയുന്നത് അല്ലെ. എന്താണ് BCG അറിയാമോ? റിഫോം അറിയാമോ? BCG എന്താണ്, എക്സ്പാൻഷൻ എന്താണെന്ന് അറിയാമോ? ബസിലിയസ് കാൽമെറ്റെ ഗുറൈൻ, ബസിലിയസ് കാൽമെറ്റെ ഗുറൈൻ. അത് എല്ലാവർക്കും അങ്ങനെ പറയാറില്ല നമ്മളല്ലേ, BCG മാത്രമായിരിക്കും പറയാറുള്ളത്. അതും പിന്നെ എങ്ങനെയാ പറയുന്നത്? പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് TB-ക്കെതിരെയുള്ള ഒരു പ്രതിരോധ കുത്തിവയ്പ്പാണ് എന്താ BCG എന്ന് പറയുന്നത്. ഓക്കെ, ബസിലിയസ് കാൽമെറ്റെ ഗുറൈൻ എന്നാണ് അതിന്റെ എക്സ്പാൻഷൻ വരുന്നത്. BCG പിന്നെ ജനിച്ച ഉടനെ എടുക്കുന്ന ആദ്യത്തെ കുത്തിവയ്പ്പാണ്, ആദ്യത്തെ പ്രതിരോധ കുത്തിവയ്പ്പാണ്. ഓക്കെ, നെക്സ്റ്റ്, check for any inborn irregularity. Check for any inborn irregularity. Yes, Nimi. Check for any inborn irregularity. എന്താണ്? ജനന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ കുഞ്ഞിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. എന്താണ് ഇൻബോൺ ഇറഗുലാരിറ്റി എന്നൊക്കെ പറയുമ്പോ? എന്തായിരിക്കാം ഇൻബോൺ റെഗുലാരിറ്റി എന്ന് പറഞ്ഞ? എന്തായിരിക്കാം ഇറഗുലാരിറ്റി? ജനന സമയത്തുണ്ടാവുന്ന കുഞ്ഞിന്റെ ക്രമക്കേടുകൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? യെസ്, വെരി ഗുഡ്. ലോ ഓഫ് ബർത്ത് വെയിറ്റ് ഉണ്ടായിരിക്കാം അല്ലെ, കുഞ്ഞിന് ബർത്ത് വെയിറ്റ് കുറവായിരിക്കാം. പിന്നെ എന്തെങ്കിലും ഡിസബിലിറ്റീസ് കാണാൻ പറ്റും അല്ലെ, നമുക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ചിലപ്പോ കുഞ്ഞുങ്ങളെ ഏതെങ്കിലും ഒരു അവയവത്തിന് വളർച്ച കുറവായിരിക്കാം അല്ലെ. ഇനി കളർ ചേഞ്ചസ് ഉണ്ടായിരിക്കും. ഇപ്പൊ യെല്ലോ, മഞ്ഞ നിറം എന്നൊക്കെ പറയാറില്ല നമ്മൾ, മഞ്ഞ കളർ ഉണ്ടാവാം. പിന്നെ ചില കുഞ്ഞുങ്ങൾക്ക് നീല നിറത്തിലും കാണാറുണ്ട്. ഓക്കെ, ഹാർട്ട് ബീറ്റ്സ് കുറവായിട്ട് കാണാം. ചിലപ്പോ തല വലുതായിരിക്കാം, ഉടല് ചെറുതായിരിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്രമക്കേടുകള് നോർമൽ അല്ലാത്ത രീതിയിലുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, യെസ്. പിന്നെ എന്താണ് കേൾവി ശക്തി? ചെയ്യാറില്ലേ കേൾവി ഉണ്ടാവുന്ന കേൾവി ശക്തി? അത് പ്രത്യേക ടെക്നിക്സ് ഉണ്ട് അവർക്ക് നോക്കാനായിട്ട് കേട്ടോ. കേൾവി ശക്തി നോക്കുന്നു. പിന്നെ എന്താണ് കാഴ്ചക്കുറവുണ്ടെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും. ചില കുഞ്ഞുങ്ങളുടെ ആദ്യത്തേൽ നമുക്ക് കിട്ടില്ല, എങ്കിലും ചിലതില് ആദ്യം തന്നെ മനസ്സിലാവും അല്ലെ കാഴ്ചക്കുറവുണ്ടെന്നുള്ളത്. ചിലപ്പോ അവർക്ക് ഡോക്ടേഴ്സിനെ തിരിച്ചറിയാൻ സാധിക്കും അല്ലെ. ഓക്കെ, അങ്ങനെയുള്ള കാര്യത്തിൽ പ്രീമച്ചുർ ബേബീസ് ഉണ്ടാവില്ല. അപ്പൊ ജനന സമയത്തുള്ള ഇറഗുലാരിറ്റീസ് ഒക്കെ നമ്മൾ നോക്കുന്നത് ന്യൂ ബോൺ കെയർ ഫെസിലിറ്റീസിലെ ആ ഒരു സർവീസിന്റെ ടൈമിലാണ് ഇതെല്ലാം ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന എന്താണ്? ബ്രസ്റ്റ് ഫീഡിങ് ആൻഡ് ഫീഡിങ് സപ്പോർട്ട്. ബ്രസ്റ്റ് ഫീഡിങ് ആൻഡ് ഫീഡിങ് സപ്പോർട്ട് എന്താണ്? ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നത് അല്ലെ. പ്രത്യേകിച്ച് ആർക്കാണ്? അമ്മയ്ക്ക് അല്ലെ. അമ്മയ്ക്ക് എന്താണ് മുലയൂട്ടലിനായിട്ട് ഒരു പിന്തുണ കൊടുക്കുകയാണ് അല്ലെ ബ്രസ്റ്റ് ഫീഡിങ്. ഫസ്റ്റ് ടൈമിൽ നമുക്ക് അതെങ്ങനെയാണെന്നുള്ളത്, അതിന് ഏത് രീതിയിലാണ് കുഞ്ഞിന് ഫീഡ് ചെയ്യിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം അറിയില്ലായിരുന്നു. അപ്പൊ അവിടെയുള്ള സ്റ്റാഫുകളും ഡോക്ടേഴ്സും നമുക്കത് കൃത്യമായ രീതിയിൽ പറഞ്ഞു തരുന്നത്. അതിനനുസരിച്ചിട്ടായിരുന്നു നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യേണ്ടത്, ഇതിന് ഏത് പൊസിഷനിൽ പിടിച്ചിട്ടായിരിക്കണം കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ ആ സപ്പോർട്ടൊക്കെ വരുന്നത് ന്യൂ ബോൺ ഫെസിലിറ്റീസിലെ ആ ഒരു ടൈമിലായിരിക്കും. ഓക്കെ, യെസ്, നിങ്ങൾക്ക് അറിയാലോ, കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റും. Then look into a high risk newborn. Next point എന്താണ്? Look into of high risk newborn. എന്താണ്? ഉയർന്ന അപകട സാധ്യതയുള്ള നവജാത ശിശുവിനെ നോക്കുക. ഹൈ റിസ്ക് ഉള്ള ന്യൂബോൺസ്, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം നമ്മൾ അല്ലെ. പ്രീമേച്ചർ ആയിട്ടുള്ള ബേബീസ് ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് എന്താണ്? ഹൈ റിസ്ക് ആണ് അല്ലെ, കോംപ്ലിക്കേറ്റഡ് കേസസ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള കുട്ടികളെ എത്രയും പെട്ടെന്ന് എങ്ങോട്ടാണ് മാറ്റുന്നത്? എങ്ങോട്ടായിരിക്കാൻ മാറ്റുന്നത്? യെസ്, NICUലേക്ക് മാറ്റുന്നു. നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. NICUന്റെ എക്സ്പാൻഷൻ അറിയാത്തവരൊന്ന് നോട്ട് ചെയ്തോളൂ. നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്.
Neonatal Intensive Care Unit, NICU. For extra monitoring, അല്ലെ? ഇങ്ങനെ എക്സ്ട്രാ മോണിറ്ററിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ NICUലേക്ക് മാറ്റുന്നത്. ഓക്കെ ഓക്കെ, വേറെ ചാപ്റ്ററിലുണ്ട് അല്ലേ? യെസ്. Then reference services etc. എന്താണ് റെഫറൻസ് സർവീസസ് എന്ന് പറയുന്നത്? പിന്നെ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ്, എന്തൊക്കെ സർവീസസ് ആണ് ന്യൂ ബോൺ കെയറിൽ പ്രൊവൈഡ് ചെയ്യുന്നത്? റെഫറൻസ് സർവീസസ് എന്ന് പറഞ്ഞാൽ എന്താ? പിന്നീട് അങ്ങോട്ട് റെഫർ ചെയ്യും അല്ലെ? അവിടുത്തെ സർവീസ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് വേറെ ഹോസ്പിറ്റൽസിലേക്കാണ് റെഫർ ചെയ്യുന്നത്. വേറെ ഹോസ്പിറ്റലിലേക്കാണ് റെഫർ ചെയ്യുന്നത് ആണോ? അല്ല, വാർഡിലേക്ക് മാറ്റുന്നു അല്ലെ? അല്ലെങ്കിൽ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റുന്നു. ഓക്കെ, യെസ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ വരുന്നത്? ന്യൂ ബോൺ കെയർ ഫെസിലിറ്റീസിൽ എന്തൊക്കെയാണ്, എന്തൊക്കെ സർവീസസ് ആണ് അവർ കൊടുക്കുന്നത്? കെയർ അറ്റ് ബർത്ത്, ബേസിക് കെയർ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് സിക്ക് ന്യൂ ബോൺ. ബേസിക് കെയർ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് സിക്ക് ന്യൂ ബോൺ. എന്തെങ്കിലും ജനന സമയത്ത് എന്തെങ്കിലും അസുഖമുള്ള കുഞ്ഞുങ്ങൾക്ക് എന്താണ് പ്രത്യേക രീതിയിൽ നമ്മൾ പരിചരണം കൊടുക്കേണ്ടതുണ്ട്. റീസസിറ്റേഷൻ, പുനരുജ്ജീവനം അല്ലെ? മറ്റു ഡിഫിക്കൽട്ടീസ് ഉള്ള പേഷ്യൻസിനെ കുഞ്ഞുങ്ങൾ എന്താണ് റീസസിറ്റേഷൻ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതിന് ശരിക്കും പറഞ്ഞാൽ റീസസിറ്റേഷൻ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമ്മൾ 2-3 കാര്യങ്ങൾ പറഞ്ഞു. അതൊരു ഫ്ലോ ചാർട്ട് പോലെ നമ്മൾ ഗൂഗിളിൽ ക്രോമിൽ സെർച്ച് ചെയ്ത് കാണാം കേട്ടോ. റീസസിറ്റേഷൻ പ്രൊസീജിയേഴ്സ് ഒരുപാട് ഉണ്ട്. എങ്ങനെയാണ് ഫസ്റ്റ് തുടങ്ങിയ ഒരു 5, 8, 10, 15 സ്റ്റെപ്പുകളോളം അതിൽ വരുന്നുണ്ട്. നമുക്ക് താല്പര്യമുള്ളവരൊന്ന് നോക്കിയാൽ മതി കേട്ടോ. Then displaying of vital signs, then immunization services, check for any inborn irregularities, breastfeeding and feeding support, look into of high risk newborn, then reference services etc. ഇത്തരം കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? സർവീസസ്, ന്യൂബോൺ കെയർ സർവീസസിൽ വരുന്നത്. ഓക്കെ, മനസ്സിലായോ പിള്ളേരെ? ഓക്കെ, യെസ്. ഇനി ഓക്കെ, for proper newborn care things required to be done. For proper newborn care things required to be done. ഏതൊക്കെ രീതിയിലായിരിക്കണം നമ്മൾ ന്യൂ ബോണിനെ കെയർ ചെയ്യുന്നത് അല്ലെ? പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ് കുഞ്ഞിനെ കൈകാര്യം ചെയ്യുന്നത്? എങ്ങനെയൊക്കെയായിരിക്കാം? Before handling the baby, strictly wash hands. Before handling the baby, strictly wash hands. എന്താ പറയുന്നത്? ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഹാൻഡ്സ് വാഷ് ചെയ്തിരിക്കണം അല്ലെ? ഹാൻഡ് വാഷ് ചെയ്തിരിക്കണം. Before handling the baby, strictly wash hands. അല്ലെ? ഹാൻഡ് വാഷ് ചെയ്തിരിക്കണം. Okay. Then rooming in the baby with the mother. Rooming in the baby with the mother. അമ്മയ്ക്കൊപ്പമുള്ള കുഞ്ഞിന്റെ മുറി അല്ലെ? അമ്മയും കുഞ്ഞും സേഫ് ആയിട്ടിരിക്കുന്ന ഒരു റൂം ഉണ്ടായിരിക്കണം അല്ലെ? അമ്മയ്ക്കൊപ്പമുള്ള കുഞ്ഞിന്റെ മുറി എന്ന് പറയുമ്പോൾ എന്താണ്? വളരെ എങ്ങനെയുള്ളതായിരിക്കണം? ജേർം ഫ്രീ ആയിട്ടുള്ള റൂംസ് ആയിരിക്കണം അത് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും പിന്നെന്താണ് അവിടെ വളരെ സുരക്ഷിതമായിട്ടുള്ള വളരെ സേഫ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലായിരിക്കണം അമ്മയ്ക്കൊപ്പമുള്ള കുഞ്ഞിന്റെ മുറി ഉണ്ടാകുന്നത് അല്ലെ? ആ ഒരു റൂം, അമ്മയും കുഞ്ഞുള്ള റൂം എന്ന രീതിയിലാണ് അത് ഉദ്ദേശിക്കുന്നത് അല്ലെ? വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കും അവിടെ ഉണ്ടാവേണ്ടത്. Then keeping the baby warm. Keeping the baby warm. എന്താണ് keeping the baby warm എന്ന് പറഞ്ഞാൽ? കുഞ്ഞിന് എന്താണ് നിലനിർത്തേണ്ടത്? കുഞ്ഞിന് എന്ത് നിലനിർത്തണം? ചൂട് അല്ലെ? കുഞ്ഞിനെ കൃത്യമായ രീതിയിൽ ചൂട് നിലനിർത്തണം അല്ലെ? കുഞ്ഞിനെ കൃത്യമായ രീതിയിൽ ചൂട് നിലനിർത്തേണ്ടതുണ്ട്. ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, യെസ്. പിന്നീട് എക്സ്പാം ആണ് ഇവിടെ കിടക്കുന്നത് കേട്ടോ. എക്സ്ട്രാ കെയർ മാത്രമേ നിങ്ങളുടെ ടെക്സ്റ്റിൽ ചിലപ്പോൾ ക്ലിയർ ആയിരിക്കാം. ഇവിടെ എക്സ്ട്രാ കെയർ എന്നാണ് കിടക്കുന്നത്. Extra care should be taken to the temperature in preterm and LBW baby. Extra care കൊടുക്കേണ്ടത് ആർക്കാണ്? ഏത് കുട്ടികൾക്കാണ്?
LBW ബേബി എന്ന് പറയുന്നത് ആരാണ്? LBW, യെസ്, ലോ ബർത്ത് വെയിറ്റ് ആൻഡ് പ്രീമച്യൂർ ആയിട്ടുള്ള ബേബീസിനാണ് എക്സ്ട്രാ കെയർ നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ലോ ബർത്ത് വെയിറ്റ്, ലോ എന്ന് എഴുതുമ്പോൾ LOW ആണ് കേട്ടോ, ശ്രദ്ധിക്കണേ. LOW, LAW എന്നൊക്കെ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ അല്ല കേട്ടോ, നമ്മളല്ലാതെ എക്സാമിന് കാണുമ്പോ യെസ്, പ്രീറ്റം ലോ ബർത്ത് വെയിറ്റ്. ഓക്കെ, അത്ര അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ എക്സ്ട്രാ കെയർ കൊടുക്കേണ്ടതാണ്. ഇനി കീപ് ദ കോഡ് ഡ്രൈ ആൻഡ് ക്ലീൻ. അടുത്ത പോയിന്റ് എന്താണ്? കീപ് ദ കോഡ് ഡ്രൈ ആൻഡ് ക്ലീൻ. വിച്ച് കോഡ്? ഏത് കോഡാണ് ക്ലീൻ ആയിട്ട് വെക്കേണ്ടത്? അംബ്ലിക്കൽ കോഡ് അല്ലെ. അംബ്ലിക്കൽ കോഡ് ക്ലീൻ ആയിരിക്കണം അല്ലെ, ഡ്രൈ ആയിരിക്കണം എപ്പോഴും. ഡ്രൈ ആൻഡ് ക്ലീൻ ആയിരിക്കണം അല്ലെ. ഇതിന് വേണ്ടിയിട്ടുള്ള യാന്ത്രികത്തിൽ ഇൻഫെക്ഷൻസ് ഒന്നും അവിടെ ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതെപ്പോഴും തുടച്ച് ക്ലീൻ ആക്കി വെക്കുന്നത്, ഡ്രൈ ആക്കി വെക്കുന്നത്. പിന്നീട് അത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ എന്താണ് തനിയെ അത് വിട്ടുപോകാനുള്ള അല്ലെ, തന്നെ വിട്ടുപോകുന്നത് അല്ലെ, കൂടി തന്നെ വിട്ടുപോകും. ഓക്കെ, യെസ്. The care provider should receive the newborn and give intervals after delivery. The care providers should receive the newborn and given intervals after delivery. എന്താണ്? നിശ്ചിത ഇടവേളകളില് നവജാത ശിശുവിനെ ആരാണ് കെയർ ചെയ്യേണ്ടത്? കെയർ പ്രൊവൈഡേഴ്സ് കൃത്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ് അല്ലെ, അവരെ കൃത്യമായിട്ടൊരു കെയർ കൊടുക്കേണ്ടതാണ്. നിശ്ചിത ഇടവേളയിൽ ഫ്രീക്വന്റ് ആയിട്ട് ഇന്റർവെൽസിൽ എന്ത് ചെയ്യണം? ന്യൂബോൺ ബേബ്സിന് കെയർ പ്രൊവൈഡേഴ്സ് എന്താണ് ഇങ്ങനെ കൃത്യമായ രീതിയിലൊരു കെയർ കൊടുക്കേണ്ടതാണ്. ഓക്കെ, യെസ്, ദീസ് ആർ ദ പ്രോപ്പർ ന്യൂബോൺ കെയർ മീൻസ്. എന്തൊക്കെയാണ്? ബിഫോർ ഹാൻഡ്ലിംഗ് ദ ബേബി സ്ട്രിക്ട്ലി വാഷ് ഹാൻഡ്സ്, then grooming in the baby with the mother, then keeping the baby warm. Extra care should be taken to the temperature in preterm and LBW baby. Then keep the cord dry and clean. The care provider should receive the newborn and given intervals after delivery. Okay, മനസ്സിലായോ? ഇത് വായിച്ചു നോക്കി. ഓക്കെ ആണോ? അടുത്ത പറയട്ടെ. Okay, yes, protocols for entry to the labor room. Protocols for entry to the labor room. അംബ്ലിക്കൽ കോഡ് എന്ന് വെച്ചാൽ പൊക്കിൾ കൊടിയാണോ? പൊക്കിൾ കൊടി ക്ലീൻ ആയിട്ടും ഡ്രൈ ആയിട്ടും നിലനിർത്തേണ്ടതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആർക്കൊക്കെയാണ് എൻട്രി ഉള്ളത്? ലേബർ റൂമിനകത്ത് പ്രവേശനമുള്ളത് ആർക്കൊക്കെയാണെന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അവിടുത്തെ പ്രോട്ടോകോൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Entry to the labor room should be indirect. Typically, a buffer zone requires to be made if possible to change of shoes, wear of mask and cap before getting into the labor room. Entry to the labor room should be indirect. Typically, a buffer zone. ഈ ലേബർ റൂം എന്ന് പറയുന്നത് എങ്ങനെയുള്ള റൂമാണെന്നാണ് പറയുന്നത്? എങ്ങനെയുള്ള ഒരു മേഖലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? ഒരു ബഫർ സോണിലാണ്, ഒരു പ്രത്യേക മേഖലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അല്ലെ. കൺവീനിയന്റ് ആണ്, പക്ഷെ ഒരു ഐസൊലേറ്റഡ് ഏരിയസിലാണ് എല്ലാ ലേബർ റൂം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവിടെ എങ്ങനെ എല്ലാവർക്കും അങ്ങനെ എന്താണ് അകത്തേക്ക് പ്രവേശനം നമ്മള് എല്ലാവരും അതിന്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കാനായിട്ട് സാധിക്കില്ല. പ്രത്യേകിച്ച് അതിന്റെ അകത്ത് പ്രവേശിക്കണമെങ്കിൽ തന്നെ നമ്മൾ എന്ത് വേറെ ചെയ്തിരിക്കണം? പോസിബിൾ ടു ചേഞ്ച് ഓഫ് ഷൂസ് അല്ലെ, ഷൂസ് കൃത്യമായിട്ട് ചേഞ്ച് ചെയ്തിരിക്കണം. അതിനകത്ത് പ്രവേശിക്കുന്നത് മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ മാസ്ക് ആൻഡ് ക്യാപ് ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ ലേബർ റൂം. കൃത്യമായിട്ട് മാസ്കും ക്യാപ്സും ഒക്കെ ധരിച്ചിട്ട് വേണം അല്ലെ. PP വെയർ ചെയ്യാനുള്ള ഒരു ഉദ്ദേശമാണ് അല്ലെ, PP വെയർ ചെയ്യാനുള്ള രീതിയിലാണ് പറയുന്നത്. പ്രത്യേകിച്ച് മാസ്ക് ആൻഡ് ക്യാപ്പ് ഉപയോഗിച്ച് മാത്രമായിരിക്കും അതിനകത്ത് പ്രവേശിക്കേണ്ടത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പോയിന്റിൽ വരുന്നത്.
Then second one എന്താണ്? Entry to the labor room should be permitted only to the pregnant woman, her birth partner, doctor, nurse, or ANM on duty, and other support staff, cleaning staff should be allowed periodic entry. പിന്നെ ആർക്കൊക്കെയാണ് അതിന്റെ അകത്തേക്ക് പ്രവേശനം ഉള്ളത്? Permitted only to the pregnant woman. Pregnant woman in then her birth partner. Birth partner ഉദ്ദേശിക്കുന്ന ആരെയാണ്? ഹസ്ബൻഡ് ആണ് അല്ലെ? Then doctor, nurse, or ANM. ANM എന്ന് പറഞ്ഞ എന്താണ്? Auxiliary nurse midwifery അല്ലെ? നമ്മള് മലയാളത്തിൽ അതിനെ സൂതകർമ്മിണികൾ എന്ന് പറയും അല്ലെ? ഇവിടെ ലേബർ റൂമിനകത്തുള്ള നഴ്സുമാരല്ല, മിഡ്വൈഫറി, സൂതകർമ്മിണികൾ എന്നാണ് മിഡ്വൈഫറിനെ പറയുന്നത്. ലേബർ പേഷ്യൻസിനെ പരിചരിക്കുന്നതിനായിട്ടുള്ള സ്റ്റാഫ്സിലെയാണ് നമ്മൾ ANM എന്ന് സൂചിപ്പിക്കുന്നത് കേട്ടോ. Auxiliary nurse midwifery. Then other supporting സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. Then cleaning സ്റ്റാഫിന് പീരിയോഡിക് എൻട്രി ആയിരിക്കും ഉണ്ടാവുന്നത് അല്ലെ? അല്ല, അവരെ ആലോചിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, പീരിയോഡിക് ആയിട്ട് നിശ്ചിത ഇടവേളകളിലായിരിക്കും ക്ലീനിങ് സ്റ്റാഫുകൾ ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നത്. പ്രധാനമായിട്ടും ആർക്കൊക്കെയാണ് പ്രവേശനം ഉള്ളത്? ഒന്ന് pregnant woman, ബെർത്ത് പാർട്ണർ, ഡോക്ടർ, നഴ്സോ, ANM, അല്ലെങ്കിൽ അതർ സപ്പോർട്ടിംഗ് സ്റ്റാഫ് ആണ് ക്ലീനിങ് സ്റ്റാഫ്. ഇത്തരം പേർക്ക് മാത്രമാണ് അവിടെ എൻട്രി ഉള്ളത്. ഓക്കെ. Before getting into the room, slippers, cap and mask should be worn by all visitors including the companion. എന്താ പറയുന്നത്? Before getting into the room, slippers, cap, mask should be worn by all visitors including the companion. എന്താ പറയുന്നത്? ഒന്ന് പറഞ്ഞേ നിങ്ങള്. പറയൂ. ചെറിയൊരു പോയിന്റ് അല്ലേ, ഒന്ന് പറഞ്ഞേ. എന്തൊക്കെ ഉപയോഗിച്ചിട്ട് വേണം ഇതിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട്? മുറിയിൽ കയറുന്നതിന് മുമ്പായിട്ട് തന്നെ കമ്പൽസറി ആയിട്ട് നമ്മൾ എന്ത് ഉപയോഗിച്ചിരിക്കണം? സ്ലിപ്പേഴ്സ്, പിന്നെ അതുപോലെ തന്നെ എന്താണ്, മാസ്ക്, ക്യാപ്പ് എന്നിവ ധരിച്ചിട്ട് മാത്രമായിരിക്കണം സന്ദർശകർ ഉൾപ്പെടെ ഇത് കയറുന്നത്. എന്താണ്, ഇത്തരം വേഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമായിരിക്കണം അതിനകത്തേക്ക് പ്രവേശിക്കേണ്ടത്. ഓക്കെ ഓക്കെ യെസ്. Then any visit of people other than on duty staff, pregnant woman and birth companion to the labor room should be shown and tagged to the task such as cleaning, etc. Any visit of people other than on duty staff, pregnant woman and birth companion to the labor room should be shown and tagged to this task. എന്താ പറയുന്നത്? should be short and time to the task എന്ന് പറയുന്നത് എന്താണ്? ഡ്യൂട്ടിയിലുള്ള ജീവനക്കാര്, ഗർഭിണികള്, അല്ലെങ്കിൽ അവരുടെ ബർത്ത് കമ്പാനിയൻ അല്ലെ, അവര് ഇങ്ങനെയായിരിക്കും. ഏത് സമയത്ത് കയറി പോകാൻ പറ്റുമോ അതിനകത്തേക്ക്? ഏത് സമയത്ത്, ഇത്ര സമയത്ത് നിൽക്കാൻ പറ്റുമോ? ഇല്ല, ഒരു ടൈം ലിമിറ്റ് ഉണ്ടായിരിക്കും അല്ലെ. ഒരു ടൈം, ഷോർട്ട് ടൈം പീരീഡ് മാത്രമായിരിക്കണം, നിശ്ചിത ഇടവേളയിൽ മാത്രമാണെങ്കിൽ ചെറിയൊരു ടൈമിൽ മാത്രം, സിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞൊരു ടൈം ഉണ്ടാവും അല്ലെ, അതിനകത്ത് ആ സമയത്ത് മാത്രമേ അതിനകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. ഇനി ക്ലീനിങ് സ്റ്റാഫിന് ഉൾപ്പെടെ എന്താണ്, ഒരു പീരിയോഡിക് എൻട്രി ആയിരിക്കും, നിശ്ചിത ഇടവേളകളിൽ മാത്രമായിരിക്കും അവരും ക്ലീൻ ചെയ്യാനായിട്ട് അതിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഓക്കെ യെസ്. Then അടുത്ത പോയിന്റ് എന്താണ്? മെയിൽ സ്റ്റാഫ് എൻട്രി should be confined only to those who are on duty or have been called for any accessories and fittings. They should be humble and gracious to the dignity and privacy of the woman.
മെയിൽ സ്റ്റാഫ് എൻട്രി, ലേബർ റൂമിന്റെ അകത്തേക്ക് മെയിൽ സ്റ്റാഫുകൾ എൻട്രി ചെയ്യുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് എൻട്രി ചെയ്യേണ്ടി വരുന്നത്? ചിലപ്പോ എന്തെങ്കിലും ആക്സസറീസ് അതിനകത്ത് ഫിറ്റ് ചെയ്യുന്നതിനായിട്ട് അല്ലെ, ലേബർ റൂമിനകത്ത് എന്തെങ്കിലും ഡ്യൂട്ടി മൂലം അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സസറീസ് ഫിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് അകത്ത് കയറേണ്ടി വന്നാൽ തന്നെ എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത്? They should be humble and എങ്ങനെയായിരിക്കണം? humble and gracious to the dignity and privacy of the woman. അവരെ വളരെ ഹംബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, ആ പ്രഗ്നന്റ് വുമന്റെ ഡിഗ്നിറ്റി ആയിരിക്കും, പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലായിരിക്കണം അതിനകത്ത് പ്രവേശിക്കുന്നവര് ബിഹേവ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോ എന്തെങ്കിലും ഏതെങ്കിലും എക്യുപ്മെന്റ്സിനൊക്കെ തകരാറുകൾ വന്നിട്ടുള്ള ചില ടെക്നീഷ്യൻസിനോ മറ്റു മെയിൽ സ്റ്റാഫുകൾക്കോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ മെയിൽസിന് അതിനകത്തേക്ക് പ്രവേശിക്കേണ്ടി വന്നിരിക്കും. അപ്പൊ എന്താണ്, യാതൊരുവിധ മോശമായ രീതിയിലുള്ള ഒരു ബിഹേവിയർ ഒന്നും കാണിക്കാതെ അവരുടെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലായിരിക്കണം. എന്താണ്, അതായത് അന്തസ്സോടും വിനയത്തോടും കൂടി അവരെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലായിരിക്കും അതിനകത്തേക്ക് പ്രവേശിച്ചിട്ട് അവരോട് ബിഹേവ് ചെയ്യേണ്ടത്. ഓക്കെ, അത് ലേബർ റൂമിനകത്തുള്ള ഒരു പ്രോട്ടോകോൾ തന്നെയാണ്. ഓക്കെ, യെസ്, എന്തൊക്കെ പ്രോട്ടോകോൾസ് ആണ് എൻട്രി ടു ദ ലേബർ റൂമിൽ വരുന്നത്? അതിനകത്ത് പ്രവേശിക്കുന്നത് ബഫർ സോൺ ആയതുകൊണ്ട് തന്നെ, ഒരു പ്രത്യേക ഏരിയ ആയതുകൊണ്ട് എന്താണ്, വളരെയധികം ശ്രദ്ധിച്ച് നമ്മള് ഷൂസും മാസ്കും വെയർസൊക്കെ ഉപയോഗിച്ച് ക്യാപ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം അതിനകത്തേക്ക് എൻട്രി ചെയ്യാനായിട്ട്. ഇനി അവിടെ നിശ്ചിത ആൾക്ക് മാത്രമായിരിക്കും പ്രവേശനമുള്ളത്. ആർക്കൊക്കെയാണ് പെർമിറ്റ് ഉള്ളത്? പ്രഗ്നന്റ് വുമണ്, ബർത്ത് പാർട്ണർ, ഡോക്ടർ, നഴ്സ് ഓർ ANM ഓൺ ഡ്യൂട്ടി ആൻഡ് അതർ സപ്പോർട്ടിംഗ് സ്റ്റാഫ് ആൻഡ് ക്ലീനിങ് സ്റ്റാഫ് എന്നിവർക്ക് മാത്രമായിരിക്കുള്ളൂ അതിനകത്തേക്ക് പെർമിഷൻ ഉള്ളത്. ഇനി ഇതിനകത്ത് പ്രവേശിക്കുന്ന സമയത്ത് എന്താണ്, നമ്മൾ സ്ലിപ്പേഴ്സ്, ക്യാപ്സ് ആൻഡ് മാസ്ക് ഷുഡ് എന്നിവ ഉപയോഗിച്ചിട്ട് വേണം വിസിറ്റേഴ്സ് ഉൾപ്പെടെ എന്താണ് സ്ലിപ്പേഴ്സും ക്യാപ്സും മാസ്കും ഉപയോഗിച്ച് മാത്രമായിരിക്കും അതിനകത്തേക്ക് പ്രവേശിക്കേണ്ടത്. ഇനി വിസിറ്റിംഗ് ടൈം ഒരു ഷോർട്ട് ടൈം പീരീഡ് മാത്രമായിരിക്കും അതിനകത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. ആ ഒരു നിശ്ചിത ഇടവേളകൾക്കുള്ളിൽ നിശ്ചിത പീരീഡിനുള്ളിൽ എന്താണ് അകത്ത് പ്രവേശിച്ച് എത്രയും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് കിടക്കേണ്ടതാണ്. ക്ലീനിങ് സ്റ്റാഫിന് ഉൾപ്പെടെ അങ്ങനെയാണ് പ്രൊസീജിയേഴ്സ് വെച്ചിരിക്കുന്നത്. ഇനി മെയിൽ സ്റ്റാഫുകളുടെ എൻട്രി എങ്ങനെയാണ്? മെയിൽ സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും കാരണത്തലത്തിൽ ആക്സസറീസുകൾ ഫിറ്റ് ചെയ്യുന്നതിനായിട്ടോ മറ്റു കാരണത്താൽ അകത്ത് പ്രവേശിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ലേബർ പേഷ്യൻസിനോട് വളരെ ഹംബിൾ ആയിട്ടും ഗ്രേഷ്യസ് ആയിട്ടും അവരുടെ ഡിഗ്നിറ്റിയും പ്രൈവസിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലായിരിക്കും അവരോട് ബിഹേവ് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്, പ്രോട്ടോകോൾസ് ആണ് ലേബർ റൂമിൽ പ്രധാനമായും വരുന്നത്. ഇതിനകത്തേക്ക് പ്രവേശിക്കുന്ന പ്രോട്ടോകോൾസ് കേട്ടോ, പ്രോട്ടോകോൾസ് ഫോർ എൻട്രി ടു ദ ലേബർ റൂം. ശ്രദ്ധിക്കണേ, ഹെഡ് പോയിന്റ്സ് ശ്രദ്ധിച്ച് വേണം പഠിക്കാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണോ ഇത്? യെസ്, സമയമുണ്ടല്ലോ, ഈ ഒരു പോയിന്റ് കൂടി പറയട്ടെ. പ്രോട്ടോകോൾസ് ഫോർ വർക്കിംഗ് ഇൻ ദ ലേബർ റൂം. ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നെങ്കിൽ നിർത്താം, ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താ വേണ്ടത്? യെസ്, പ്രോട്ടോകോൾസ് ഫോർ വർക്കിംഗ് ഇൻ ദ ലേബർ റൂം. ഇതൊക്കെ പ്രോട്ടോകോൾസ് ആണ് അതിന്റെ അകത്ത് വർക്ക് ചെയ്യുന്നവരുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ടതായിരുന്ന കാര്യങ്ങളാണ് അല്ലെ. നമുക്കറിയാം, all the staff must wear personal protective at the time of performing delivery. At all other times, caps and masks must be worn. അപ്പോൾ ഡെലിവറി ടൈമിലാണെങ്കിൽ എന്താണ്, ഡെലിവറി ടൈം പെർഫോം ചെയ്യുന്ന ടൈമിൽ എന്തായാലും പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് വ്യവസ്ഥകൾ ഉപയോഗിച്ചിരിക്കണം, PPE വെയർ ചെയ്തിരിക്കണം. അല്ലാത്ത ഓൾ ടൈംസ് എങ്ങനെയായിരിക്കണം, ക്യാപ്സും മാസ്കും കൃത്യമായിട്ട് ധരിച്ചിട്ടുണ്ടായിരിക്കണം. All the staff must wear personal protective at the time of performing delivery. And at all the other times എങ്ങനെയായിരിക്കണം, caps and masks must be worn. Okay. Yes. മനസ്സിലായോ ആദ്യത്തെ പോയിന്റ്?
ലാസ്റ്റ് അപ്പോഴും എന്ത് ധരിക്കണം എന്നാണ് പറയുന്നത്? PPE വെയർ ചെയ്യണം. എപ്പോൾ? അറ്റ് ദ ടൈം ഓഫ് പെർഫോമിംഗ് ഡെലിവറി ടൈമിലും അല്ലാത്ത സമയത്ത് എങ്ങനെയാണ്? ക്യാപ്സ് ആൻഡ് മാസ്ക് വെയർ ചെയ്തിരിക്കണം. ഇനി disposal sterile gloves should be used after accurate hand washing while examining all the delivery. Disposable sterile gloves should be used after accurate hand washing and while examining all the delivery. എന്താ പറയുന്നത്? ഗ്ലൗസസ് യൂസ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? ചെയ്യണമെന്നാണ് പറയുന്നത്? യെസ്, ഹാൻഡ് വാഷിംഗ് അല്ലെ, ഡിസ്പോസിബിൾ. അതായത് സമയത്തും ആ ഡെലിവറി ടൈമിലും കൃത്യമായിട്ട് നമ്മൾ ഹാൻഡ് വാഷിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്ലൗസസ് ഇട്ടാലും എന്താണ്, ഗ്ലൗസസ് യൂസ് ചെയ്താലും നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. Then protocol for infection prevention. Other hand, sorting out and disposable in the bins should strictly be otherhead, and the protocol poster should be wall mounted in the area where color code bins are located. ഇനി അവിടെ നിശ്ചിതമായിട്ടുള്ള ഒരു പ്രോട്ടോകോൾസ് ഉണ്ടായിരിക്കും. ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ചെയ്യുന്നതിനായിട്ടുള്ള പ്രോട്ടോകോൾസ് ഉണ്ടായിരിക്കും. നമ്മൾ കൃത്യമായിട്ട് പാലിക്കുകയും വേണം. Then പിന്നെ എന്ത് ചെയ്യണം? Sorting and disposable in the bins should strictly be otherhead. Protocol poster should be wall mounted in the area where color coded bins are located. ഇത്രേ ഉള്ളൂ. നമ്മൾ ഓരോ വേസ്റ്റുകൾ എന്താണ് സോർട്ട് ചെയ്തായിരിക്കും കളയുന്നത്. അതായത് ഓരോ വേസ്റ്റ് കളയുന്നതിനായിട്ട് വാൾ മൗണ്ടറിൽ അല്ലെങ്കിൽ ലേബിൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഏത് വേസ്റ്റിൽ ഏത് കളർ കോഡിലാണ് കളയേണ്ടത്. ബിൻസ് ഉണ്ടായിരിക്കും, കണ്ടെയ്നർ ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ ഏത് വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് കളയണം അത് ഓരോ ലൊക്കേഷൻസിൽ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അതിനനുസരിച്ച് തരംതിരിച്ചിട്ടായിരിക്കും നമ്മൾ വേസ്റ്റസുകൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്, വേസ്റ്റ് കളർ ബിറ്റ് ഉണ്ടായിരിക്കാം. നമ്മൾ കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലിൽ പച്ച മഞ്ഞ കളറിലൊക്കെ, മഞ്ഞയും ചുവപ്പുകയും കാണുന്നത് അല്ലെ, ബ്ലാക്ക് കളറിലൊക്കെ കാണാറുണ്ട്. ഓക്കെ, അപ്പൊ അത് എന്താണ് സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ, ഏതൊക്കെ ഇതിലാണ് കളയേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് പോസ്റ്റും വെച്ചിട്ടുണ്ടാകും. വാൾമൗണ്ടിൽ പോസ്റ്റും വെച്ചിട്ടുണ്ടായിരിക്കും. ഇന്ന വേസ്റ്റസുകൾ ഇവിടെ ഡിസ്പോസ് ചെയ്യുക എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അവിടെ മാത്രമായിരിക്കും ആ വേസ്റ്റുകൾ നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായോ? These are the working protocols for the labor room. Yes. നമുക്ക് ഈ ഒരു ഭാഗം കൂടി ഉള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. സൂപ്പർവിഷൻ ഫോർ ക്വാളിറ്റി കെയർ ഇൻ ദ ലേബർ റൂം. എല്ലാവർക്കും ടെക്സ്റ്റ് കയ്യിലുള്ളതല്ലേ? എല്ലാവരുടെ കയ്യില്? ഓക്കെ, ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചാകട്ടെ കേട്ടാ, എന്നിട്ട് പോയിക്കോളൂ. വേസ്റ്റ് മാനേജ്മെന്റ് ടെക്നിക്സ് ഏതൊക്കെയാണ്? വേസ്റ്റ് മാനേജ്മെന്റ് ടെക്നിക്സ് എങ്ങനെയുള്ള കണ്ടെയ്നേഴ്സിലായിരിക്കണം വേസ്റ്റ് കൊണ്ടുപോകേണ്ടത്? എങ്ങനെയുള്ള കണ്ടെയ്നേഴ്സിലായിരിക്കണം? ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ടൈം ആകുമ്പോൾ എല്ലാവരും പോയിക്കളയും. എനിക്ക് കാണാൻ പറ്റോട്ടോ നിങ്ങൾ ഇവിടുന്ന് ലെഫ്റ്റ് ആയി പോകുന്നത്. ലീക്ക് പ്രൂഫ് കണ്ടെയ്നേഴ്സിലായിരിക്കണം അല്ലെ. ഇനി വേസ്റ്റ് ഷുഡ് ബി ക്ലിയർ ഫോർ ഡിസ്പോസൽ വെൻ ഡാഷ്. എപ്പോഴാണ് ക്ലിയർ ചെയ്യേണ്ടത്? വേസ്റ്റ് ഷുഡ് ബി ക്ലിയർ ഫോർ ഡിസ്പോസൽ വെൻ 3-4 inch full അല്ലെ. 3-4 inch full ആവുന്ന ടൈമിൽ അത് ഡിസ്പോസ് ചെയ്യണം. ഓക്കെ, യെസ്. Waste should be separated into dash and dash waste. Waste should be separated into dash and dash waste. Infectious and non-infectious waste നമ്മൾ തരംതിരിച്ചിട്ടാണ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത്. ഇനി for proper newborn care things എന്തൊക്കെയാണ്? For proper newborn care things ഏതെങ്കിലും ഒരെണ്ണം പറയൂ. കെയർ അറ്റ് ബർത്ത് ആണോ? ഇത് സർവീസസ് ആണ് അല്ലെ. Keeping the baby warm, keep the core dry and clean.
Grooming the baby with the mother. Before handling the baby, strictly wash hands. Okay. Then what are the services? Newborn care services. Any facilities എന്തൊക്കെയാണ് പറയുന്നത്? Care at birth. Care at birth. Resuscitation. അയ്യോ ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ മറന്നു കേട്ടോ, സോറി. ഓക്കെ, ഇമ്മ്യൂണൈസേഷൻ സർവീസസ് നിങ്ങൾ കമന്റ് ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് പിന്നെ അത് അങ്ങനെ ആലോചിക്കുന്നത് കേട്ടോ. Then check for any inborn vulnerability. Okay, breastfeeding and feeding support. Okay, clear ആണല്ലോ? ഇത്തിരി എടുത്ത ഭാഗങ്ങൾ ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ, യെസ്. അപ്പൊ പിള്ളേരെ ഈ സാറ്റർഡേ നിങ്ങൾ കണ്ടായിരുന്നോ ഗ്രൂപ്പിലൊക്കെ? സാറ്റർഡേ നമ്മുടെ 7 and 6th ബാച്ചിന്റെ കോൺവോക്കേഷൻ സെറിമണിയാണ്, സർട്ടിഫിക്കറ്റ് സെറിമണിയാണ്. നമ്മുടെ ഓഫീസിന്റെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇപ്പൊ കാണുന്നോട്ട് എല്ലാവരും വീഡിയോസ് ഒക്കെ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, യെസ്. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ഇനി നമ്മൾ എന്താ കാണുന്നത്? വിഷു ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കാണുന്നത് അല്ലേ? അപ്പൊ ഹാപ്പി വിഷു ഇൻ അഡ്വാൻസ്. ഹാപ്പി വിഷു എല്ലാവർക്കും. നല്ല വിഷുവാശംസകൾ. ഓക്കെ ഓക്കെ, ഹാപ്പി വിഷു. താങ്ക് യു. എല്ലാവരും വിഷു ഒക്കെ ആഘോഷിക്കുക, കണിയൊക്കെ വയ്ക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.